ആദ്യമൊക്കെ തുടക്കത്തിലൊക്കെ നമ്മളൊരു ചോദ്യം കേൾക്കുമ്പോൾ ഒരുപാട് ആലോചിച്ചിട്ടൊക്കെ പറയുക അല്ലേ. ആ ചോദ്യം ശരിക്കും മനസ്സിലാവാത്തൊരവസ്ഥ വരും. കാരണം നമ്മൾ നെർവസ് ആകുമ്പോൾ ഇല്ലേ, നമുക്ക് പേടിയൊക്കെ ഉണ്ടാകുമ്പോൾ വി ഗോ ബ്ലൈൻഡ് ആൻഡ് ഡഫ്. നമ്മൾ കണ്ണും കാണില്ല, ചെവിയും കേൾക്കില്ല എന്ന് പറയും. ഇപ്പം നമ്മളൊരു ഉദാഹരണത്തിന് ഇംഗ്ലീഷ് അറിയില്ല എനിക്ക്, അല്ലെങ്കിൽ എനിക്ക് കുറച്ചേ അറിയൂ എന്നൊക്കെയുള്ള വിശ്വാസത്തിൽ നമ്മൾ ഒരാളുടെ ഇംഗ്ലീഷ് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരാളുടെ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ അയാൾ പറയുന്നത് സിമ്പിളാണെങ്കിൽ പോലും നമ്മൾ നെർവസ് ആയതുകൊണ്ട് അത് വ്യക്തമായിട്ട് കേൾക്കില്ല. ക്ലിയറായോ? ഓക്കെ. അപ്പം അതിന് വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് ഇംഗ്ലീഷ് അറിയാം, എനിക്ക് കേട്ടാലും മനസ്സിലാവുകയും ആ മനസ്സിലാവുന്ന കാര്യങ്ങൾക്കുള്ള മറുപടി കൊടുക്കാൻ കഴിയുകയും ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. ക്ലിയറായോ? ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ തുടക്കത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ആലോചിച്ച്, ചിലപ്പോൾ ചോദ്യം മുഴുവനായിട്ട് മനസ്സിലാവണമെന്നില്ല, എന്താ മനസ്സിലായാൽ തന്നെ നമ്മൾ മനസ്സിൽ അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെയാണ് വരിക. പക്ഷേ ആ ഒരവസ്ഥ നമ്മൾ എപ്പോഴും ഉണ്ടാവാൻ പാടില്ല. അതിങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് വരണം, അതിൽ നിന്ന് മാറ്റം വരണം. എന്തും സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ നമ്മൾ ഏതൊരു സംഭവം പഠിച്ചെടുത്ത് എങ്ങനെയാണ്, നമ്മൾ ബൈക്ക് പഠിച്ചാലും കാറ് പഠിച്ചാലും ഈവൻ നമ്മൾ നടത്തം പോലും ചെറുപ്പത്തിൽ പഠിച്ചത് എങ്ങനെ ഒറ്റയടിക്ക് എഴുന്നേറ്റ് ഓടിയതാണോ? അല്ലല്ലോ. മെല്ലെ മെല്ലെ അല്ലേ, വീണിട്ടൊക്കെ മെല്ലെ മെല്ലെ ശരിയായി വരുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ശരിയായി വന്നത് എന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് അല്ലേ, കൺസിസ്റ്റൻ്റായിട്ട് ചെയ്തുകൊണ്ടാണ്. നമ്മൾ നിരന്തരം വീണിട്ടും നടക്കാൻ ശ്രമിക്കുന്നു അല്ലേ, വീണുകൊണ്ട് നടക്കുമ്പം വീഴും എന്നുള്ള ചിന്ത നമുക്കന്ന് ഉണ്ടായിരുന്നില്ലല്ലോ. നടക്കുമ്പം വീഴും, അതുകൊണ്ട് ഞാൻ ഇപ്പം ബൈക്ക് ഓടിക്കുമ്പോൾ ഇപ്പം നമുക്കുണ്ടാവും. ചില ആൾക്കാർ ബൈക്കിൻ്റെ ലൈസൻസൊക്കെ എടുത്തിട്ട് ഒരു പ്രാവശ്യം വീണാൽ അല്ലോ ഇനി ഞാനും വീഴുമെന്ന് വിചാരിച്ച് പിന്നെ ബൈക്ക് എടുക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ആ സമയത്ത് അങ്ങനെ ഒന്നുമില്ല. അപ്പം കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും പഠിച്ച് തുടങ്ങുന്ന സമയത്ത് വളരെ സ്ലോ ആയിരിക്കും, വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കും, പേടി ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും, ചില മുൻവിധികളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അതിൽ നിന്നൊരു മുക്തി ഉണ്ടാവുന്നത്. ആ പേടി കുറഞ്ഞു കിട്ടും അല്ലേ, നമ്മളെ ശ്രദ്ധ അതിലേക്ക് കൂടി കിട്ടും. നമ്മൾ കാര്യങ്ങൾ പഠിച്ച് വരുമ്പോൾ നമ്മൾ ക്രമേണ എന്തായിട്ട് മാറും, നമ്മൾ ബോധമനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് അത് കൊണ്ടുപോകും. ബോധ മനസ്സോട് ചെയ്യുമ്പോഴാണ് നമുക്ക് പേടി വരുന്നത്. ഉപബോധ മനസ്സിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കാണ്, നമ്മൾ അറിയാതെ സംഭവിക്കും. മലയാളമൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ചിന്തിക്കുന്നൊന്നുമില്ലല്ലോ, മാതൃഭാഷ സംസാരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളത് നിരന്തരം ഉപയോഗിക്കുന്നുണ്ട്, ഒരു ശീലമായതുകൊണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷ അങ്ങനെ തന്നെ ആക്കാം നമുക്ക് ക്രമേണ. പക്ഷെ അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതികൾ, ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതികൾ അത് സ്ലോ ആയിരിക്കും. ചിലപ്പം ആലോചിച്ചിട്ടേ പറയും. ഓരോ വാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് ആലോചിക്കും, തെറ്റാണോ ശരി, അങ്ങനെ വരും തുടക്കത്തിൽ. അതൊക്കെ അതിൻ്റെ നേച്ചറാണ് പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം. ഒന്നും പുതിയ കാര്യമൊന്നുമല്ല. പക്ഷെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ അതിൽ നിന്ന് റിലീസാവും. നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക, പിന്നെ ചിന്തയുടെ വേഗത കൂടും. ഓക്കെ.